Hello students, welcome to KT Online Study App. നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ തേർഡ് മോഡ്യൂളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് 2 മോഡ്യൂൾസിലും നമ്മൾ അബൌട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചിരുന്നത്. കറക്റ്റ്? നമ്മൾ കുറച്ച് DC സർക്യൂട്ട്സിനെ പറ്റിയും AC സർക്യൂട്ട്സിനെ പറ്റിയും അത് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ന്യൂമറിക്കൽസിനെ പറ്റിയൊക്കെയാണ് നമ്മളിവിടെ ഡീൽ ചെയ്തത്. ഇനി മോഡ്യൂൾ 3 and 4 എന്ന് പറയുന്നത്, ഇനി വരാൻ പോകുന്ന 2 മോഡ്യൂൾസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഇലക്ട്രോണിക്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സോ മോഡ്യൂൾസ് 1 and 2 എന്ന് പറയുന്നത് വാസ് അബൌട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, വൈൽ ഇനി വരാൻ പോകുന്ന മോഡ്യൂൾസ് 3 and 4 എന്ന് പറയുന്നത് മെയിൻലി അബൌട്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. സോ ആദ്യത്തെ 2 മോഡ്യൂളിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ന്യൂമറിക്കൽസ് കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈ വരാൻ പോകുന്ന മോഡ്യൂൾ 3 and 4 എന്ന് പറയുന്ന സമയത്ത് യു ക്യാൻ മോസ്റ്റ്ലി എക്സ്പെക്ട് സം കൈൻഡ് ഓഫ് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, കുറച്ച് essay കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, നിങ്ങളൊരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഓരോ മോഡ്യൂളിലെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആസ് വി ഡിസ്കസ് ബിഫോർ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. സോ ഇൻ ദിസ് മോഡ്യൂൾ 3 നമ്മൾ ഇലക്ട്രോണിക്സിലേക്ക് പോവാണ് അല്ലേ, ഒരു ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ നിങ്ങളുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യം അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് വിത്ത് PN ജംഗ്ഷൻ ഡയഗ്രാമാണ്. പക്ഷെ നമുക്ക് ജസ്റ്റ് PN ജംഗ്ഷൻ ഡയഗ്രം ഡയറക്റ്റ്ലി ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം അതിന് മുന്നേയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സെമി കണ്ടക്ടർ എന്താണെന്ന് അറിയണം അല്ലേ. നമ്മുടെ N ടൈപ്പ് ആൻഡ് P ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. അതിൻ്റെ വർക്കിംഗ് അറിഞ്ഞാലേ, അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം അറിഞ്ഞാലേ നമുക്ക് എന്തിലോട്ട് പോകാൻ പറ്റുള്ളൂ, നമുക്ക് PN ജംഗ്ഷൻ ഡയഗ്രാമിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങളുടെ സിലബസിൽ നോക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഒരു പോർഷൻ വരുന്നത് ഇസ് അബൌട്ട് DC പവർ സപ്ലൈ. അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് വിൽ ഗോ ഓൺ ടു ദി നെക്സ്റ്റ് പോർഷൻ ഇൻ യുവർ സിലബസ് വിച്ച് ഇസ് ദി ട്രാൻസിസ്റ്റർ ബയസിങ്, എന്നിട്ട് മോസ്ഫെറ്റ്. അപ്പോൾ ഇത്രയും പഠിച്ചിട്ടായിരിക്കും നമ്മൾ പിന്നെ DC പവർ സപ്ലൈയിലോട്ട് വരുന്നത്. കാരണം ഇതും ഈ പറയുന്ന ഇത്രയും പോർഷൻസും ഈ DC പവർ സപ്ലൈ ആയിട്ട് ആക്ച്വലി ഒരു കണക്ഷൻ വരുന്നില്ല. ഓക്കെ, സോ വിൽ കവർ ഓൾ ദീസ് പോർഷൻ ഫസ്റ്റ്, ദെൻ വിൽ മൂവ് ഓൺ ടു ദി DC പവർ സപ്ലൈ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു കണ്ടിന്യൂഷൻ കിട്ടും. സോ ദിസ് ഇസ് ഹൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദിസ് മോഡ്യൂൾ. ഫൈൻ. അപ്പോൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇസ് അബൌട്ട് ആൻ എസ്സേ ലൈക്ക് എക്സ്പ്ലെയിൻ ദി കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ദി PN ജംഗ്ഷൻ ഡയോഡ്. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഡയോഡിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ബയാസിങ് കണ്ടീഷൻസും, ഫോർവേഡ് ബയസിങ്, റിവേഴ്സ് ബയസിങ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ VA ക്യാരയും കൂടെ വരയ്ക്കേണ്ടി വരും. ദാറ്റ് ഈസ് വൺ ക്വസ്റ്റ്യൻ യു കൻ എക്സ്പെക്ട്. പിന്നെ അവർ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് അബൌട്ട് ദി DC പവർ സപ്ലൈ. അതിൻ്റെയും വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അതിനൊരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്, അത് നമ്മൾ പഠിപ്പിക്കും. അത് വരയ്ക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുക, അതിൻ്റെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് വൺ ക്വസ്റ്റ്യൻ. ഇതെല്ലാം പാർട്ട് ബിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ അവർ ചോദിക്കാൻ പറ്റുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും അതിൻ്റെ കോൺഫിഗറേഷൻസ് വരും. CV, CE, CC കോൺഫിഗറേഷൻസ് വരും. അതൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് തന്നെ RC കപ്പിൾഡ് ആംപ്ലിഫയർ, അത് ഈ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ പറയുന്നൊരു സർക്യൂട്ടാണ്. അതിൻ്റെയും വർക്കിംഗ് കൺസ്ട്രക്ഷൻ ചോദിക്കാം, അതിൻ്റെ സർക്യൂട്ട് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. പിന്നെ അതേപോലെ മോസ്ഫെറ്റ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ട്രാൻസിസ്റ്റർ ആണ്, ആ ട്രാൻസിസ്റ്ററിൻ്റെയും കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ഓരോ സെക്ഷൻസിലും നമ്മൾ ആ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, ഞാൻ ഓരോ സെക്ഷൻ എത്തുമ്പോഴും പറയും അത് ഇന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത് ഞാൻ പറയും. എന്നാലും ഇപ്പോൾ ജസ്റ്റ് ഔട്ട്ലൈനായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അബൌട്ട് സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ പണ്ട് 11th 12th പഠിച്ചിട്ടുണ്ടാവും ജസ്റ്റ് ബേസിക്സ് അബൌട്ട് വാട്ട് സെമി കണ്ടക്ടേഴ്സ് എന്ന്. ഓക്കെ, സോ സെമി കണ്ടക്ടർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും മുന്നേ വിൽ ടോക്ക് അബൌട്ട് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അതായത് സി വി ഹാവ് ദി കണ്ടക്ടർ, നമുക്കൊരു കണ്ടക്ടർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എന്താണ്, വി ഹാവ് ലൈക്ക് കോപ്പർ, അതുപോലെ മെറ്റാലിക് വയർസ്, അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ടൈപ്പ് ഓഫ് മെറ്റൽസ് ആണ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് കണ്ടക്ടേഴ്സ്. ആൻഡ് പിന്നെ നമുക്ക് വരുന്നതാണ് ദി സെമി കണ്ടക്ടർ. ദെൻ വി ഹാവ് സംതിങ് കോൾഡ് ആസ് ദി ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിൻ്റെ എക്സാമ്പിൾ എന്താ വരുന്നത്, ഇൻസുലേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ റബ്ബർ, വുഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ എന്തിനാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്, ബിക്കോസ് ദാറ്റ് മെറ്റീരിയൽ ഹാസ് വെരി ഹൈ കണ്ടക്ടിവിറ്റി അല്ലേ. ആൻഡ് ഇൻസുലേറ്ററിൻ്റെ കേസിലോ അത് ഈസ് എ വെരി ലോ കണ്ടക്ടർ മെറ്റീരിയലാണ് അല്ലേ. അപ്പോൾ എന്താ നമ്മൾ ഈ കണ്ടക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്,
കണ്ടക്ടിവിറ്റി എന്ന് ബേസിക്കലി പറയുന്നത് വി ടോക്ക് അബൌട്ട് ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, അല്ലെങ്കിൽ വി ടോക്ക് അബൌട്ട് ദി കറണ്ട് എന്ന് വെച്ചാൽ സി വി ഹാവ് എ മെറ്റീരിയൽ. ഇതൊരു മെറ്റീരിയൽ ആണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഈ മെറ്റീരിയലിനകത്ത് നമുക്ക് എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ അല്ലേ, ഇപ്പോൾ ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് വിചാരിക്കുക. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ കറണ്ടിനെ പറയുന്നത് അല്ലേ. ഇത് നമ്മൾ മോഡ്യൂൾ 1 ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ് ആയിരുന്നു ഇലക്ട്രിക്കലിൽ അല്ലേ. അപ്പോൾ ഫ്ലോ ഓഫ് ഡയറക്ഷൻ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഏത് ഡയറക്ഷനിലാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ കറണ്ടിൻ്റെ ഫ്ലോയിനെ ദ മോർ ദി കറണ്ട് വി സേ ദാറ്റ് മോർ കണ്ടക്റ്റീവ് ദ മെറ്റീരിയൽ ഇസ്. അതായത് ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ പെർമിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ പറയും ദാറ്റ് മെറ്റീരിയൽ ഹാസ് എ കണ്ടക്ടിവിറ്റി. സോ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ടേം represented by G is related to the flow of electrons. More the flow of electrons, more the conductivity. Correct? ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ പറയുന്ന ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഈ ഇലക്ട്രോൺ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ എനിക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് എനിക്കതിനെ റെസിസ്റ്റ് ചെയ്യണം, ഇലക്ട്രോൺ ഫ്ലോയിനെ എനിക്ക് റെസിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഐ വിൽ ഇൻട്രൊഡ്യൂസ് എ റെസിസ്റ്റർ. മനസ്സിലായോ? ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ യൂസ് എ റെസിസ്റ്റർ ഹിയർ. അപ്പോൾ ഈ റെസിസ്റ്റർ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കുറയുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? കണ്ടക്ടിവിറ്റി കുറയും, കാരണം കറണ്ട് കുറയുന്നുണ്ട്. കറക്റ്റ്. സോ വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഈസ് ഡീലിംഗ് വിത്ത് ദി ഇൻഹിബിറ്റൻസ് ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസിനെ റെപ്രസെന്റഡ് ബൈ ആർ നമുക്ക് എങ്ങനെ പറയാം? ദിസ് ആർ ഇസ് ആക്ച്വലി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ജി എന്ന് പറഞ്ഞൂടെ? കാരണം എന്താണ്? കണ്ടക്ടൻസ് കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയുന്നുണ്ട് അല്ലേ, ആൻഡ് കണ്ടക്ടൻസ് കുറയുമ്പോഴോ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ആ ലോജിക്ക് കറക്റ്റ് ആണ്. സോ ആർ ഇസ് ആക്ച്വലി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദി കണ്ടക്ടൻസ് നമുക്ക് പറയാം. സോ ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടർ നമുക്ക് എന്ത് പറയാം? കണ്ടക്ടർ ഇസ് എ മെറ്റീരിയൽ വിച്ച് ഇസ് ഹാവിംഗ് വെരി ഹൈ കണ്ടക്ടിവിറ്റി. അതുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? വിൽ ബി വെരി ലെസ്. കറക്റ്റ് അല്ലേ? സോ നമ്മൾക്ക് ഈ കണ്ടക്ടൻസിന് ഞാനൊരു ആരോ മാർക്കായിട്ട് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഈ ആരോ മാർക്ക് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഞാൻ ആരോ മാർക്ക് ഇത് ഇങ്ങോട്ടാണ് പോയിന്റ് ചെയ്തേക്കുന്നത്. ഈ ആരോ മാർക്കിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ്സ് ദ ജി അല്ലെങ്കിൽ കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഹാസ് ദ ലോവസ്റ്റ് കണ്ടക്ടിവിറ്റി ആൻഡ് മൂവിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ, മൂവിങ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ്, നമുക്ക് പറയാം കണ്ടക്ടർ ഹാസ് ദി ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി. കറക്റ്റ് അല്ലേ? അപ്പോൾ കണ്ടക്ടിവിറ്റി ഈ ഡയറക്ഷനിൽ കൂടുന്നെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും പോകുന്നത്? ഈ ഡയറക്ഷനിലായിരിക്കും പോകുന്നത് റെസിസ്റ്റൻസ്. കറക്റ്റ് അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഇൻസുലേറ്ററിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി ഉള്ളത്. കാരണം എന്താണ്? കണ്ടക്ടൻസ് ഏറ്റവും കുറവാണ്. ഓക്കെ, ആൻഡ് അതേപോലെ കണ്ടക്ടർ ഹാസ് ദി ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി. മനസ്സിലായോ? അപ്പോൾ അതാണ് റിലേഷൻ ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇത് പറയാനുള്ള റീസൺ എന്താണ്? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരാളാണ് ഈ പറയുന്ന സെമി കണ്ടക്ടർ. സോ സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എങ്ങനെ നമുക്ക് അതിൻ്റെ കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും പറയാം? ഈ കണ്ടക്ടറിൻ്റെയും റെസിസ്റ്ററിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്നൊരു പ്രോഡക്റ്റാണ്. എന്ന് വെച്ചാൽ വി ക്യാൻ എക്സ്പ്ലെയിൻ സെമി കണ്ടക്ടർ ആസ് എ പാർഷ്യലി കണ്ടക്റ്റിംഗ് മീഡിയം. നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് പാർഷ്യലി കണ്ടക്റ്റിംഗ് മീഡിയം ആയിട്ടാണ് നമ്മൾ ആരെ ഡിഫൈൻ ചെയ്യുന്നത്? ഈ പറയുന്ന സെമി കണ്ടക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അത് ഈ കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും കുറച്ച് പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യും. ആൻഡ് അത് പാർഷ്യലി ആണ് ആരുടെ ഫ്ലോ സപ്ലൈ ചെയ്യുന്നത്? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ പെർമിറ്റ് ചെയ്യുന്നത്. So that is why it is called as a partially conducting medium. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് about this semiconductor ആണ്. ഈ സെമി കണ്ടക്ടറിന് നമുക്ക് എക്സാമ്പിൾസ് എന്തൊക്കെ പറയാൻ പറ്റും? എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സിലിക്കൺ, ജെർമേനിയം എന്നൊക്കെ പറയുന്നതാണ്. ഓക്കെ, ഈ സിലിക്കൺ എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ സാൻഡിൽ നിന്നാണ്, നമ്മുടെ മണ്ണിൽ നിന്നാണ് വേറെ കുറച്ച് ഫാബ്രിക്കേഷൻ പ്രോസസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത് അബൌട്ട് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ദി ക്ലാസിഫിക്കേഷൻ ഗോസ് ലൈക്ക് ദിസ്. ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇൻട്രിൻസിക് ഫോം ഓഫ് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് മോഡ് ഓഫ് സെമി കണ്ടക്ടർ.
ഇതാണ് നമ്മൾ ആദ്യം പറയുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇസ് ബേസ്ഡ് ഓൺ ദി എന്താണ് മെറ്റീരിയൽ ജനറേഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽ ഫാബ്രിക്കേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഈ സിലിക്കൺ ജെർമേനിയം എല്ലാം പറയുന്നത് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഇൻട്രിൻസിക് ഫോം ഓഫ് സെമി കണ്ടക്ടർ. അതായത് ഈ സെമി കണ്ടക്ടർ എവിടെ നിന്നാണ് നമ്മൾ അതിൻ്റെ ഒറിജിൻ പറഞ്ഞത്? ഈ സിലിക്കണൊക്കെ മണ്ണിൽ നിന്നാണ് അല്ലേ. സോ ബൈ നേച്ചറിൽ നിന്ന് നാച്ചുറൽ ഫോമിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ കുറച്ച് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് പ്രോസസ്സും കൊണ്ട് ചെയ്യും. സംതിങ് കോൾ ആസ് ഡോപ്പിംഗ് എന്ന് പറയുമ്പം ഈ സെമി കണ്ടക്ടർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ അതിനെ ഒരു പാർഷ്യലി കണ്ടക്ടിങ് മീഡിയം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വി എക്സ്പെക്ട് ദ മെറ്റീരിയൽ ടു ഗിവ് us സം കൈൻഡ് ഓഫ് കണ്ടക്ടിവിറ്റി. മനസ്സിലായോ? അപ്പോൾ കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് അല്ലേ, ഇൻസുലേറ്റർ ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നത് ആ മെറ്റീരിയൽ നമുക്ക് കണ്ടക്ഷൻ തരണം, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടക്കണം, കറണ്ട് തരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് അത് ബൈ നാച്ചുറലി നമുക്ക് കിട്ടുന്ന ആ സെമി കണ്ടക്ടർ തന്നെ അതിന് കുറച്ച് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷെ അത് ഇനഫ് അല്ല, അതിൽ നിന്നും കൂടുതൽ കണ്ടക്ഷൻ നമുക്ക് കിട്ടണം എന്നുള്ള കേസസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അതിൽ കുറച്ച് ഫാബ്രിക്കേഷൻ പ്രോസസ്സും കൂടെ ചെയ്തിട്ട് നമ്മളതിനെ എക്സ്റ്റൻസിക് ആയിട്ട് മാറ്റും. അപ്പം നമുക്ക് കൂടുതൽ കണ്ടക്ഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്? സിലിക്കൺ. ഈ സിലിക്കൺ എന്ന് പറയുന്നത് ഈ ഒരു വേഫറായിട്ട് പറയും അല്ലെ, ഒരു കുഞ്ഞൊരു സിലിക്കൺ വേഫർ ആയിരിക്കും. ആ വേഫർ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുറേ സിലിക്കൺ ആറ്റംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ആറ്റം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ സിലിക്കണിൻ്റെ അറ്റോമിക് ലെവലിൽ നമുക്ക് അതിൻ്റെ ക്രിസ്റ്റൽ ഇമേജ് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അത് വരയ്ക്കാം. ഇപ്പോൾ ഈ സിലിക്കണിൻ്റെ കേസിൽ വി ആക്ച്വലി ഹാവ് 4 വാലൻസ് ഇലക്ട്രോൺസ് അല്ലേ. 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് നമുക്കുള്ളത്. വാലൻസ് ഇലക്ട്രോൺസ് എന്താണ്? ഈ സിലിക്കൺ എന്ന് പറയുന്നത് ഒരു ആറ്റം ആണെങ്കിൽ ഈ ആറ്റമിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 12th നമുക്കൊരു ആറ്റം ഉണ്ടാവുന്നെങ്കിൽ ആറ്റമിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്താണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ആൻഡ് ഔട്ടർമോസ്റ്റ് കുറേ ഷെൽസ് ആയിട്ടായിരിക്കും നമുക്ക് ആരുള്ളത്? നമ്മുടെ ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ വാലൻസ് എന്ന് പറയുന്നത്, വാലൻസി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ നമ്മൾ അതിനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ സിലിക്കണിൻ്റെ കേസിൽ നമുക്ക് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്, 4 ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ സൈന് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ പറയുമ്പം ഒരു സിലിക്കൺ വേഫർ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു സിലിക്കൺ ആറ്റം ഉണ്ടാവും, അതിന് 4 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു സിലിക്കൺ ആറ്റം എന്നല്ല, കുറേ മില്യൺസ് ഓഫ് സിലിക്കൺ ആറ്റംസ് ആയിരിക്കും നമുക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ സിലിക്കൺ ആറ്റംസ് സറൗണ്ട് ചെയ്തുണ്ടാവും. ആൻഡ് ഈ ഓരോ സിലിക്കൺ ആറ്റത്തിലും എന്തുണ്ടാവും? ഇതുപോലെ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആൻഡ് ഇവിടെ സംഭവിക്കുന്ന ലോജിക് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ സിലിക്കൺ ആറ്റം എന്ത് ചെയ്യും? അതിൻ്റെ ഓരോ ഇലക്ട്രോണും തൊട്ടടുത്തുള്ള സിലിക്കൺ ആറ്റമുമായിട്ട് കോവാലൻസ് ബോണ്ടിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതുപോലെ ഓരോ ഇലക്ട്രോണും വേറൊരു സിലിക്കൺ ആറ്റത്തിൻ്റെ വേറൊരു ഇലക്ട്രോണുമായിട്ട് കോവാലന്റ് ബോണ്ട് ഒരു പെയറായിട്ട് ഫോം ചെയ്യും, പെയർ ഓഫ് 2 ആയിട്ട്. അപ്പോൾ അതുപോലെ ഈ എല്ലാ ഇലക്ട്രോണും ഇങ്ങനെ കോവാലന്റ് ബോണ്ടിലായിരിക്കും ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്നും ഫ്രീ അല്ല. ഓക്കെ, ഇങ്ങനൊരു കൈൻഡ് ഓഫ് സ്ട്രക്ചറിലായിരിക്കും ഇരിക്കുന്നത്. സോ ദിസ് ഇസ് ദി എന്താണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ കണ്ടീഷനിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ സിലിക്കൺ വേഫർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെമി കണ്ടക്ടർ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിലാണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റിൽ നമ്മുടെ എല്ലാ ഇലക്ട്രോൺസും അതിൻ്റെ ആ ഇലക്ട്രോൺസിനൊരു എനർജി പറയാൻ പറ്റും. നമുക്ക് പറയാം ഈ എല്ലാ ഇലക്ട്രോൺസും ഒരു ഗ്രൗണ്ട് എനർജി ലെവലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ഇപ്പം എല്ലാ ഇലക്ട്രോൺസിൻ്റെയും എനർജീനെ ഞാൻ എന്തിപ്പോൾ പറഞ്ഞത് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കുന്നത്. അപ്പോൾ അതിനെ എനിക്കൊരു ബാൻഡ് ഡയഗ്രാമായിട്ട് ഞാൻ വരയ്ക്കാൻ പോവാം. അതായത് ഈ ഇലക്ട്രോൺസിൻ്റെ ഓരോ ടൈമിലും അതിലുള്ള എനർജി എത്രയാണ്, ഓരോ ടൈമിലും ഇലക്ട്രോൺസിൻ്റെ എനർജി എത്രയാണ് എന്ന് പറയുന്നതിനെ ഞാൻ ഒരു ഡയഗ്രാമായിട്ട് വരയ്ക്കുകയാണ്. അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ദാറ്റ് ഇസ് കോൾഡ് ആസ് ആൻ എനർജി ബാൻഡ് ഡയഗ്രാം. എനർജി ബാൻഡ് ഡയഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഇപ്പോൾ എല്ലാ ഇലക്ട്രോൺസിൻ്റെയും എനർജി ഞാൻ എന്താ പറഞ്ഞത്? ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ ഒരു ബാൻഡായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഒരു ബാൻഡിനെ ഞാൻ പറയുന്ന പേരാണ് എ വാലൻസ് ബാൻഡ്, വിച്ച് ഇൻഡിക്കേറ്റ്സ് ഈ വാലൻസ് ബാൻഡിനെ ഒരു ബാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ബാൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് എനർജി ലെവൽസ്. ഈ ഇലക്ട്രോണിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അതിൽ കുറച്ച് എനർജി ലെവൽസ് അക്വയർ ചെയ്യും.
മനസ്സിലായോ? ആ എനർജി ലെവൽസിനെ എല്ലാം ഞാൻ ഒരു കളക്ഷനായിട്ട് പറയുന്നതാണ് ഈ എനർജി ബാൻഡ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ ദ സിംബൽ E∣V. അതെന്താണ്? എനർജി ഓഫ് ദ വാലൻസ് ബാൻഡ്. അപ്പൊ ഇതാണ് ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുമ്പോൾ അതിലുള്ള എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഇതിനകത്തുള്ള എല്ലാ ഇലക്ട്രോൺസും ഇല്ലേ, എല്ലാ ഇലക്ട്രോൺസും ഈ വാലൻസ് ബാൻഡിനകത്താണ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇതിപ്പോൾ നമ്മൾ വരച്ചേക്കുന്നത് എന്താണ്? ക്രിസ്റ്റൽ ഡയഗ്രാം, മോളിക്കുലർ ലെവലിലാണ് വരച്ചേക്കുന്നത്. അതിൻ്റെ എനർജി വേർഷനാണ് ഞാൻ ഇതിവിടെ കാണിച്ചേക്കുന്നത്. അത്രേ ഉള്ളൂ. നമുക്ക് കമ്പയർ ചെയ്ത് അങ്ങനെ നോക്കും, അതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കട്ടെ. ഇതിപ്പോൾ എന്ത് കണ്ടീഷനിലാണ്? നമ്മൾ 0 കെൽവിൻ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ 0 കെൽവിൻ അല്ലെങ്കിൽ വെരി ലോ ടെമ്പറേച്ചർ എന്നൊരു കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? നമുക്ക് ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത്? ആ മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവണം. പക്ഷേ ഇവിടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. റീസൺ എന്താണ്? ഈ എല്ലാ ഇലക്ട്രോണും ഒരു കോവാലന്റ് ബോണ്ടിലല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ബോണ്ടിൻ്റെ അപ്പോൾ ഈ 2 ഇലക്ട്രോൺ നോക്കുകയാണെങ്കിൽ അതൊരു ബോണ്ടിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഈ ഇലക്ട്രോൺസിന് മൊബിലിറ്റി ഉണ്ടാവുന്നില്ല. ഈ ഇലക്ട്രോൺസിന് ഒരു മൊബിലിറ്റി ഉണ്ടെങ്കിൽ, അതിനൊരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലേ കറണ്ട് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇലക്ട്രോൺസിനൊന്നും മൂവ് ചെയ്യാൻ പറ്റാണ്ട് അത് സ്റ്റക്കായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സം കൈൻഡ് ഓഫ് ഒരു എക്സ്ട്രാ എനർജി, മനസ്സിലായോ? ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് സം കൈൻഡ് ഓഫ് ഒരു എക്സ്റ്റേണൽ എനർജി ഈ ഇലക്ട്രോൺസിന് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് പോകുന്ന രീതിയിലുള്ളൊരു എനർജി അതിന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ എന്ത് പറ്റും? പിന്നെ ഈ ഇലക്ട്രോൺ ഇതുവഴി പോവും, ഈ ഇലക്ട്രോണും ഇതുവഴി വരും. അപ്പോൾ അവരെ നമ്മൾ എന്ത് വിളിക്കും? അവരെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കാൻ പോകുന്നത്. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അവർക്കൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. മനസ്സിലായോ? ആദ്യം ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ടല്ലേ അത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തേ. അപ്പോൾ ആ എക്സ്റ്റേണൽ എനർജി കാരണം ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസ് ആദ്യം ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലല്ല എനർജി ഇരുന്നത്, അതിന് എക്സൈറ്റഡ് ആയിട്ട് ഒരു പുതിയ എനർജി ലെവലിലോട്ട് പോകും. മനസ്സിലായോ? ആദ്യം ഇലക്ട്രോൺസ് എന്തായിരുന്നത്? അതൊരു ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരുന്നത്, ഈ ബാലൻസ് ബാൻഡിലായിരുന്നത്. ഇപ്പം ഒരു എക്സ്റ്റേണൽ എനർജി നമ്മൾ കൊടുക്കുന്ന കാരണം അത് എക്സൈറ്റഡ് ആയിട്ട് ഒരു പുതിയ എനർജി ലെവലിലോട്ട് പോകുന്നുണ്ട്. മനസ്സിലായോ? ആ പുതിയ എനർജി ലെവലിനെ ഞാനൊരു ബാൻഡായിട്ട് അഗെയിൻ വരയ്ക്കുകയാണ്, കാരണം ഇതൊരു കളക്ഷൻ ഓഫ് എനർജി ലെവൽസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ കണ്ടക്ഷൻ ബാൻഡ് എന്നാണ് വിളിക്കുന്നത്, നെയിം. ആൻഡ് ആ എനർജി ലെവലിനെ നമുക്കിവിടെ EV പറഞ്ഞതുപോലെ E∣C ആയിട്ട് വിളിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോൺസ് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് പോയില്ലേ, അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ആയി. അപ്പോൾ അവർക്ക് ആ ഉള്ള കൈനറ്റിക് എനർജി വെച്ചിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യുന്ന കാരണം എന്ത് പറ്റും? കണ്ടക്ഷൻ ഉണ്ടാവും. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രോൺസ് ഈ കോവലന്റ് കൊണ്ട് ബ്രേക്ക് ചെയ്തില്ലേ, അതെങ്ങനെയാണ്? കാരണം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടണം. നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി സപ്പോസ് സംതിങ് ലൈക്ക് 100 കെൽവിനാക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു വളരെ ഹൈ ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ് ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റിൽ നിന്നാണ് എനർജി അബ്സോർബ് ചെയ്ത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺസ് ആവുന്നത്. മനസ്സിലായോ? അതാണ് അവിടെ സംഭവിക്കുന്ന ലോജിക്ക്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോൺസ് ഇവിടെ എന്താ ചെയ്തത്? ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത സമയത്ത് ആ ഇലക്ട്രോൺസിന് ആ ഹീറ്റ് നമ്മൾ കൊടുക്കുന്ന കാരണം എക്സ്റ്റേണൽ എനർജി കിട്ടിയില്ലേ. ആ എക്സ്ട്രാ എനർജി കാരണം ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ എനർജി ലെവലിൽ നിന്ന് എക്സൈറ്റഡ് ആയി പുതിയ എനർജി ലെവലിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന ഇലക്ട്രോൺ ഇപ്പോൾ ജമ്പ് ചെയ്ത് അടുത്ത പുതിയ എനർജി ലെവലിലോട്ട് പോയി. അപ്പോൾ ഇലക്ട്രോൺ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഇലക്ട്രോൺ ഇരുന്ന സ്ഥാനത്ത് എന്താണ്? ഒരു വേക്കൻസി ക്രിയേറ്റ് ആവും, അല്ലേ? ഇലക്ട്രോൺ പോയ ഒരു വേക്കൻസി ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മൾ നോർമലി ഫിസിക്സിൽ പറയുന്നൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ വെൻ ആൻ ആറ്റം ലൂസസ് ആൻ ഇലക്ട്രോൺ ദ ആറ്റം വിൽ ഗെയിൻ എ പോസിറ്റീവ് ചാർജ്. കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു നെഗറ്റീവ് സാധനം പോകുമ്പോൾ ഞാനൊരു പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യും. അതുപോലെ ആസ് എൻ ആറ്റം ഇഫ് ഐ എം റിസീവിങ് എൻ ഇലക്ട്രോൺ ഐ വിൽ ഗെയിൻ എ നെഗറ്റീവ് ചാർജ്. കാരണം ഒരു നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നെഗറ്റീവ് ആവുന്നുണ്ട്. അതാണ് ആ ഒരു കോൺസെപ്റ്റ്. ഇപ്പോൾ സിമിലർലി ഇവിടെ നിന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എന്താണ്? ഒരു വേക്കൻസി ക്രിയേറ്റ് ആവുകയാണ്. ആ വേക്കൻസിനെ നമ്മൾ ഇങ്ങനെ പറയുന്ന പേരാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ഹോൾ. ആ ഹോളിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടറിൽ പറയുമ്പോൾ നമുക്ക് 2 മെയിൻ ചാർജ് കാരിയേഴ്സ് ആണുള്ളത്. അതിലൊന്നാണ് ഇലക്ട്രോൺ വിച്ച് ഹാസ് എ നെഗറ്റീവ് ചാർജ്, മറ്റതാണ് ഹോൾ വിച്ച് ഹാസ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഈ ഒരു ഇലക്ട്രോൺ പോയതുപോലെ തന്നെ ഈ എല്ലാ ഇലക്ട്രോണും എന്ത് ചെയ്യും? ജമ്പ് ചെയ്ത് നമ്മുടെ എക്സൈറ്റഡ് അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഹൈ എനർജി ലെവലാണ്, ഇതൊരു ലോ എനർജി ലെവലും ആണ്.
ഓക്കെ, ആൻഡ് ഇവർക്കിടയിലുള്ള ഈ ഒരു ഗ്യാപ്പിനെ, ഈ രണ്ട് ബാൻഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ നമുക്കൊരു എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കാം. എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കാം, റെപ്രസെൻറ്റഡ് ബൈ ഈ സഫിക്സ് ജി. ആ എനർജി ഡിഫറൻസ്, അതായത് ആ ഇ സി മൈനസ് ഇ വി എന്ന് പറയുന്ന ആ എനർജി ഡിഫറൻസ് നമുക്ക് എന്ത് പറയാം, ഇ ജി എന്ന് പറയുന്ന ബാൻഡ് ഗ്യാപ്പ്. അതും എന്താണ്, ഇറ്റ്സ് എ മെഷർ ഓഫ് എനർജിയാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പം എന്ത് ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രോൺസ് എല്ലാം ജമ്പ് ചെയ്ത് ഇപ്പോൾ ഇവിടെയല്ലേ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഇരിക്കുന്ന കാരണം എന്ത് പറ്റുന്നുണ്ട്, ഇവിടുത്തെ കേസിൽ എന്ന് വെച്ചാൽ പാരലലി നമ്മുടെ മോളിക്കുലർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അവിടെ കണ്ടക്ഷൻ കിട്ടി അല്ലേ, ദ മെറ്റീരിയൽ ഇസ് പാർഷ്യലി കണ്ടക്റ്റിംഗ്. കറക്റ്റായി. ഇനി ഇവിടെ ബാക്കി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ജമ്പ് ചെയ്തല്ല അങ്ങോട്ട് പോയത്, ആ ഒരു പ്രോസസ്സിന് നമുക്ക് എന്ത് പറയാം, വി ക്യാൻ കോൾ ദാറ്റ് പ്രോസസ് ആസ് എ ഇലക്ട്രോൺ ഹോൾ പെയർ. ഈ ഇലക്ട്രോണും ഹോളും എപ്പോഴും പെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ പ്രോസസ്സ് നമുക്ക് അതിനെ വിളിക്കാം. ആൻഡ് ഇനി രണ്ടാമത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇലക്ട്രോൺ ഇവിടെ വന്ന് ഒരു എക്സൈറ്റഡ് ലെവലിൽ ഇരിക്കുമ്പോൾ അതിന് അധിക സമയം അവിടെ റീറ്റെയിൻ ചെയ്തിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ടല്ലേ അത് മുകളിൽ പോയത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ ക്യാരിയർ ലൈഫ് ടൈം ഉണ്ട്, ഒരു ലൈഫ് ടൈം ഉണ്ട്. ആ ലൈഫ് ടൈം മാത്രമേ അതിന് ഈ എക്സൈറ്റഡ് എനർജി ലെവലിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺ അത് ആദ്യം അബ്സോർബ് ചെയ്ത എനർജി എന്താണോ അതിനെ റിലീസ് ചെയ്തിട്ട് ബാക്ക് ടു അതിൻ്റെ ഗ്രൗണ്ട് ലെവലിലോട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? ആ ലൈഫ് ടൈം കഴിയുമ്പം അത് തിരിച്ച് ഗ്രൗണ്ട് ലെവലിലോട്ട് വരും. വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഹോളുമായിട്ട്, ഇവിടെ നേരത്തെ പോയപ്പോൾ ഒരു ഹോൾ ക്രിയേറ്റ് ആയില്ലേ, ആ ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യും. സോ ആ സെക്കൻഡ് പ്രോസസ്സാണ് റീകോമ്പിനേഷൻ. അപ്പം ഈ രണ്ട് പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത്, ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷനും റീകോമ്പിനേഷനും. മനസ്സിലായല്ലോ? അപ്പം ആ സമയത്ത് എന്ത് പറ്റും, എല്ലാ ഇലക്ട്രോൺസും ബാക്ക് ടു അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് വരും അല്ലെ, അതിൻ്റെ എനർജി എല്ലാം ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. അപ്പോൾ പിന്നെ കണ്ടക്ഷൻ സ്റ്റോപ്സ്. മനസ്സിലായോ? സോ ദിസ് ഇസ് ദി കോൺസെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇനിയിപ്പോൾ എന്തിനാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ, ഇവിടുത്തെ കേസിൽ നോക്കുക, നമ്മൾ ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിരുന്ന സമയത്ത് ഈ സിലിക്കൺ ആറ്റംസ് എല്ലാം എന്താണ്, അതിലുള്ള എല്ലാ ഇലക്ട്രോണും കോവലന്റ് ബോണ്ടിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ അത് കാരണം അവിടെ കണ്ടക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ടക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ ഫോം ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ടെമ്പറേച്ചർ കൊടുത്തു. അങ്ങനെ ഭയങ്കര വലിയൊരു വാല്യൂ ഓഫ് ടെമ്പറേച്ചർ കൊടുത്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടക്ഷൻ ഉണ്ടായത് അല്ലെ, ഈ എല്ലാ പ്രോസസ്സും നടന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ ആലോചിച്ചു, നമുക്ക് ഇത്രയും ഒരു ഹൈ സോഴ്സ് ഓഫ് എനർജി കൊടുക്കാണ്ട് തന്നെ, അതായത് ഒരു ചെറിയ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വരുമ്പോൾ തന്നെ ഈ കണ്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു കൈൻഡ് ഓഫ് കോൺസെപ്റ്റ്, ഒരു കൈൻഡ് ഓഫ് സെമി കണ്ടക്ടർ ഡെവലപ്പ് ചെയ്യണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റെൻസിക്കിലോട്ട് പോകുന്നത്. സോ എക്സ്റ്റെൻസിക്കിൻ്റെ കേസിൽ നമ്മൾ 100 കെൽവിൻ വരെ പോണ്ട, 0 ഒരു ചെറിയ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ തന്നെ വി ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് കണ്ടക്ഷൻ. മനസ്സിലായോ? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ നമുക്ക് ഈ ബാൻഡ് ഡയഗ്രമും ഈ പറയുന്ന മോളിക്കുലർ സ്ട്രക്ചറും വെച്ചിട്ട് നോക്കാം. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് ഇമ്പ്യൂരിറ്റീസിന് ആഡ് ചെയ്യും. ഇമ്പ്യൂരിറ്റീസ് ഇൻ ദ സെൻസ് ദാറ്റ് നമ്മൾ കുറച്ച് ഏലിയൻ ആറ്റംസിന് നമ്മൾ ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ സിലിക്കൺ വേഫറിൻ്റെ അത് മൊത്തം എന്തായിരിക്കും, സിലിക്കൺ ആറ്റംസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ സിലിക്കൺ അല്ലാത്ത വേറെ കുറച്ച് ആറ്റംസും കൂടെ ഞാൻ ചേർക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി ഉണ്ട്, പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഉണ്ട്, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ആർക്ക് ആഡ് ചെയ്യാണ്, ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്, ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ കിട്ടുന്നത്. മനസ്സിലായോ? സോ ദിസ് പ്രോസസ് ഓഫ് അഡീഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ഓക്കെ, ആ ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ്, വിച്ച് ഇസ് ദി അഡീഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആരെ കിട്ടുന്നത്, ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ കിട്ടുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഈ ഒരു മോളിക്കുലർ സ്ട്രക്ചർ നോക്കാം. അതായത് അസ്യൂം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇപ്പം ഇവിടെ വരച്ച ഈ കേസ് തന്നെ എടുക്കാം. നമ്മളിങ്ങനെയല്ലേ പറഞ്ഞിരുന്നേ, ഇപ്പം ഇവിടുത്തെ കേസിൽ
ആ സിലിക്കൺ എൻഡാർ സ്ട്രക്ചർ ഉണ്ട്. നമ്മളിപ്പം ആ കോവലന്റ് ബോണ്ടിലാണ് എല്ലാ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവുക, ഞാൻ ആദ്യം ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി ഉണ്ട്. ആദ്യം പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി, രണ്ടാമത്തേത് വി ഹാവ് ദി ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. അപ്പോൾ ഈ 2 പേരിൽ വരുന്ന വ്യത്യാസം എന്താണ്? പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ ദോസ് ആർ ദി ഇമ്പ്യൂരിറ്റീസ് വിച്ച് ഹാസ് വാലൻസ് ഇലക്ട്രോൺസ്. എത്ര വാലൻസ് ഇലക്ട്രോണാണ്? 5 ഇലക്ട്രോൺസ് ഉണ്ടാവും പെൻറ്റ. അതുപോലെ ട്രൈവാലന്റിന്റെ കേസിലോ വി ഹാവ് വാലൻസ് ഇലക്ട്രോൺസ് 3, ട്രൈവാലന്റ്. കറക്റ്റ് അല്ലേ? അപ്പോൾ സിലിക്കണിന്റെ കേസിൽ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് അതിനുള്ളത്? വാലൻസ് ഇലക്ട്രോൺസ് 4 ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ എക്സാമ്പിൾ എന്താണ്? ഫോസ്ഫറസ്. ഫോസ്ഫറസ് ഇസ് എ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. അതുപോലെ ട്രൈവാലന്റ് എന്ന് പറയുമ്പോൾ ബോറോൺ ഇസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ കുറേ ഫോസ്ഫറസ് ആറ്റംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ സ്ട്രക്ചറിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന സിലിക്കൻ്റെ സ്ഥാനത്ത് ഒരു ഫോസ്ഫറസ് ആറ്റം വന്നിരിക്കും. ഈ സിലിക്കൺ മാറിയിട്ട് അവിടെ എന്ത് വരും? അവിടെ ഒരു ഫോസ്ഫറസ് ആറ്റം വന്നിരിക്കും. പക്ഷെ ഫോസ്ഫറസിന് എത്ര വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ? 5 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? ദർ ഇസ് എൻ എക്സസ് ഇലക്ട്രോൺ. അപ്പോൾ ഈ 1, 2, 3, 4 ഇലക്ട്രോൺസ് വന്നിട്ട് കോവാലന്റ് ബോണ്ടിലിരിക്കും. എന്നിട്ട് 5ാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ആയിട്ട് വന്നിരിക്കും. ആ ഇലക്ട്രോൺ വേറെ കോവാലന്റ് ബോണ്ടിലൊന്നും വരാൻ പറ്റത്തില്ല, കാരണം ഇതെല്ലാം ബോണ്ടായിട്ടായിരിക്കുന്നത് കോവാലന്റ് ബോണ്ടിൽ. അപ്പോൾ ദിസ് ബിക്കംസ് എ ഫ്രീ ഇലക്ട്രോൺ. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന എന്ത് ടെമ്പറേച്ചറിലാണ്? നമ്മൾ T = 0 കെൽവിൻ, റൂം ടെമ്പറേച്ചർ. 0 കെൽവിൻ ഈ സംതിങ് റിലേറ്റഡ് ടു ആ റൂം ടെമ്പറേച്ചർ. ആ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന ടൈമിൽ തന്നെ നോക്കി നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഇവിടെ ചെയ്ത പോലെ നമ്മൾ ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂട്ടുകയാണ്. മനസ്സിലായോ? നമ്മൾ ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് തന്നെ ഇത്രയും 100 കെൽവിൻ വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. ചെറിയ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ബോണ്ട് ബ്രേക്കുന്ന കാരണം അവിടെ നിന്നും ഈ ഓരോ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ ബോണ്ട് റിലീസ് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം നമ്മൾ മുന്നേ ഇൻട്രിൻസിക്കിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ കേസിൽ കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രിൻസിക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻട്രിൻസിക്കിന്റെ കേസിലെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഈ ഇനീഷ്യൽ കേസിൽ ഫ്രീ ഇലക്ട്രോൺ ഇല്ലായിരുന്നു അല്ലേ? ഈ ബോണ്ട് ബ്രേക്ക്, കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താലേ നമുക്ക് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടുത്തെ കേസിലോ ഇനീഷ്യലി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് കാരണം ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു ആറ്റം അല്ലേ, ഇതേപോലെ കുറേ ഫോസ്ഫറസ് ആറ്റംസ് ഉണ്ടാവും, അങ്ങനെ കുറേ ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ആ ഫ്രീ ഇലക്ട്രോൺ കാരണവും ഈ കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന ഇലക്ട്രോൺ കാരണവും കണ്ടക്ഷൻ കിട്ടും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ലോജിക്കിനെ നമുക്ക് ഈ ബാൻഡ് ഡയഗ്രമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കേസിലും നമുക്ക് ബാലൻസ് ബാൻഡ് വരയ്ക്കാം. ഇപ്പോൾ ബാലൻസ് ബാൻഡ് എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി എ ബാലൻസ് ബാൻഡ് ആൻഡ് ദിസ് വിൽ ബി യുവർ കണ്ടക്ഷൻ ബാൻഡ്, ഇവിടെ പറഞ്ഞ പോലെ. ആൻഡ് ആദ്യം എന്താ പറയുന്നത്? നമ്മൾ ഈ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഡോപ്പിംഗ് പ്രോസസ്സ് വെച്ച് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റിനെ ഇതിൽ കൊണ്ടിട്ടു അല്ലേ? ഇടുന്ന സമയത്ത് കുറേ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ ഇലക്ട്രോൺസ് നമ്മൾ ഡോപ്പിംഗ് കാരണം കുറേ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നുണ്ട്. ആ ഇലക്ട്രോൺസിൻ്റെ എല്ലാ എനർജീനെയും നമ്മളൊരു പുതിയ എനർജി ലെവലായിട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആ എനർജി ലെവൽ വിൽ ബി ക്ലോസ് ടു ദിസ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, ക്ലോസ്ഡ് കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും നമ്മൾ ഒരു പുതിയ എനർജി ലെവലിനെ ഞാൻ ഈ ഡി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഡി എന്താണെന്ന് പറയാം. മനസ്സിലായോ? സോ ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടീഷൻ വിത്തൗട്ട് ഗിവിങ് എനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജി നമ്മുടെ ഇലക്ട്രോൺസ് ഈ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത കാരണം ഉണ്ടാകുന്ന ഈ എക്സസ് ഇലക്ട്രോൺ എല്ലാം ഈ ഡോണർ ലെവലിലാണ് അല്ലെങ്കിൽ ഇ ഡി ഡോണർ ലെവലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഇതില്ലാണ്ട് നമ്മുടെ ഈ ബാക്കി ഈ കോവലന്റ് ബോണ്ടിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഇല്ലേ, അതിൻ്റെ എനർജീനെ നമ്മൾ ഇവിടെ ഇൻട്രിൻസിക്കിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വാലൻസ് ബാൻഡിൽ അതിനെ റെപ്രസെന്റ് ചെയ്യിക്കാം. ഇനി എന്താ പറഞ്ഞേ? നമ്മൾ ചെറിയ ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ബാലൻസ് ബാൻഡ് ഇലക്ട്രോൺസിന് ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാനുള്ള സഫീഷ്യൻ്റ് എനർജി ചിലപ്പോൾ കിട്ടത്തില്ല. ആ എനർജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കൊടുക്കുന്ന നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന ടെമ്പറേച്ചർ ഈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈ ബാൻഡ് ഗ്യാപ്പ് ആവണം അല്ലേ? ഈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈസി ആയാലേ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ചെറിയ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അത്രയ്ക്ക് എനർജി അതിന് കിട്ടണമെന്നില്ല ഈ ഇലക്ട്രോൺസിന്. പക്ഷേ ഈ ഡോണർ ലെവലിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് ഈ ഇലക്ട്രോൺസ് ഇല്ലേ, ഈ ഇലക്ട്രോൺസിന് എന്ത് കിട്ടും? ഈ ഇലക്ട്രോൺസിന് ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാമല്ലോ അല്ലേ? സി കമ്പയർഡ് ടു ഈ ഗ്യാപ്പ് കുറവല്ലേ
അല്ലെ? അപ്പോൾ ഒരു ഇലക്ട്രോണിന് ഇവിടെ നിന്ന് ഇതുവരെ ജമ്പ് ചെയ്ത് പോവേണ്ട എനർജി കിട്ടിയില്ലെങ്കിലും ഈ ഇലക്ട്രോൺസിനും അതേ എനർജി അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസിന് ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ പറ്റും. അതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ഡോണർ ലെവലിലുള്ള ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകുന്നുണ്ട് അല്ലേ? പോകുന്ന സമയത്ത് ഈ ലെവൽ ആക്ച്വലി എന്താ ചെയ്തത്? ഈ ഇലക്ട്രോൺസിനെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഡൊണേറ്റ് അല്ലേ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഈ ബാൻഡിനെ ഡോണർ ലെവൽ എന്ന് പറയുന്നത്, DONOR, ഡോണർ ലെവൽ എന്ന് പറയും. അല്ലെങ്കിൽ ഈ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസിന് നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. ഫൈൻ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദി, ഇപ്പം ഇതാണ് ടെമ്പറേച്ചർ നമ്മൾ ചെറുതായിട്ട് കൂട്ടിയ സമയത്ത് സംഭവിച്ചത്. ഇനി കുറച്ചും കൂടെ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ബാലൻസ് ബാൻഡിലിരിക്കുന്ന ഇലക്ട്രോൺസും ഈ പറയുന്ന എക്സ്റ്റേണൽ ടെമ്പറേച്ചറിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് ജമ്പ് ചെയ്ത് ഏത് ലെവലിലോട്ട് പോവും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോവും. അതെങ്ങനെയാണ്? നമ്മൾ ഇൻഡസ്ട്രിയിൽ പറഞ്ഞ അതേ ലോജിക്കാണ്. ലീവിങ് ബിഹൈൻഡ് സം ഹോള്, പിന്നെ തിരിച്ച് റീകമ്പൈൻ ചെയ്യും, അതൊക്കെ സംഭവിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് എക്സ്ട്രിൻസിക് ഫോം ഓഫ് സെമി കണ്ടക്ടറിൽ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി കാരണം കണ്ടക്ഷൻ ഉണ്ടാകുന്നത്. ആൻഡ് ഈ ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്, ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി കാരണം ഉണ്ടാക്കിയ സെമി കണ്ടക്ടറിനെ നമ്മൾ N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇൻ ദിസ് കേസ് നമ്മൾ ഈ മോളിക്കുലർ ലെവലിൽ നോക്കുമ്പോൾ ഇവിടെ കുറേ ആദ്യം നമ്മൾ ഈ ഫോസ്ഫറസ് ആറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറേ എക്സസ് ഇലക്ട്രോൺസ് അല്ലേ ഉണ്ടായത് അല്ലേ? അപ്പോൾ കൂടുതലും ഉണ്ടാവുന്നത് ഇലക്ട്രോൺ ആണോ ഹോളാണോ? ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ മെജോറിറ്റി ആയിട്ടുണ്ടാവുന്ന ക്യാരിയേഴ്സ്, നമ്മുടെ മെജോറിറ്റി ആയിട്ടുണ്ടാവുന്ന ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നെഗറ്റീവ് ചാർജ് അല്ലേ? അതുകൊണ്ടാണ് നമ്മളിതിനെ N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ N ടൈപ്പ് സെമി കണ്ടക്ടർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മെജോറിറ്റി ക്യാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. ഇനി ഇതുപോലെ നമുക്ക് എന്ത് പറയാം? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ കേസ് പറയാം. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ കേസിലാണെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ബോറോൺ ആറ്റംസ് ആണ്. അപ്പോൾ ഒരു ബോറോൺ ആറ്റം എന്ന് പറയുന്നത് ഈ ഫോസ്ഫറസിന് 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന് 3 ഇലക്ട്രോണല്ലേ ഉള്ളൂ. അപ്പോൾ ആ ബോറോൺ നമ്മൾ ഡോപ്പിംഗ് വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ സിലിക്കണിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഒരു ബോറോൺ വരും. ആ ബോറോൺ വന്നിട്ടാണെങ്കിലോ അതിന് 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഈ സിലിക്കണുമായിട്ട് ബോണ്ട് ചെയ്യും, ഒരു ഇലക്ട്രോൺ ഇതുമായിട്ടും ഒരു ഇലക്ട്രോൺ ഇതുമായിട്ട് ബോണ്ട് ചെയ്യും. ആൻഡ് ഇവിടെ ഒരു കോവാലൻസി, ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം ഒരു ഇലക്ട്രോൺ ആർക്കില്ല? ഈ ബോറോണിനില്ല. ഇവിടെ ഒരു ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ആ ബോറോൺ ഇല്ല, ഇവൻ ഇലക്ട്രോൺ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സ്ഥാനത്ത് എന്താണുള്ളത്? ഒരു ഹോൾ ഉണ്ട്. ഒരു പൊസിഷൻ ഉണ്ട്, നിങ്ങൾ അസ്യൂം ചെയ്യുക ഇതൊരു ബോക്സ് ആണ്, ഇതിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ആ സ്ഥാനത്ത് എന്താ ഉള്ളത്? പിന്നെ ഒന്നുമില്ല, ദർ ഇസ് എ വേക്കൻസി. അതിനെ നമ്മളൊരു ഹോൾ എന്ന് പറയുന്നത്. മനസ്സിലായി? സോ പൊസിഷനിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് ചാർജ് ആണ്. അതുപോലെ ഈ ബോറോണിൻ്റെ 4ാമത്തെ പൊസിഷനിൽ എന്താണ്? അവിടെ ഒരു ബോറോൺ ആറ്റം ഇല്ല, അവിടെ ഒരു ഇലക്ട്രോൺ ഇല്ല. അപ്പം അതുകൊണ്ട് അവിടെ ഒരു ഹോളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദർ ഇസ് എ ഹോൾ ഹിയർ. മനസ്സിലായോ? അപ്പം അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഈ എൻറ്റയർ ഈ വേഫർ നോക്കുകയാണെങ്കിൽ ഇതുപോലെ കുറേ ബോറോൺ ആറ്റംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കുറേ വേക്കൻസീസ്, കുറേ ഹോൾസും ക്രിയേറ്റ് ആവും. മനസ്സിലായോ? സോ ഇൻ ദ കേസ് ഓഫ് ബോറോൺ, നമ്മൾ ബോറോൺ ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്ത കേസിൽ, അതായത് ഈ സെക്കൻഡ് ടൈപ്പ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ കേസിൽ അവിടെ മെജോറിറ്റി ക്യാരിയേഴ്സ് ആരായിരിക്കും? ഹോൾസ് ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് പെൻഡാവാലന്റ് അല്ലെങ്കിൽ N ടൈപ്പ് സെമി കണ്ടക്ടർ കേസിൽ അവിടെ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ക്യാരിയർ എങ്കിൽ ഇവിടെ ഹോൾസ് ആണ് മെജോറിറ്റി ക്യാരിയർ. അതുകൊണ്ട് ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറിനെ നമ്മളിവിടെ N ടൈപ്പ് പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ P ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആവുന്നത് കാരണം. ആൻഡ് ഇവിടെ സംഭവിക്കുന്ന കോൺസെപ്റ്റ് എന്തായിരിക്കും? നമുക്ക് അതിനെയും ഒരു എനർജി ബാൻഡ് ഡയഗ്രാം വെച്ച് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് ബാലൻസ് ബാൻഡ് ഉണ്ടാവും, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടാവും. ആൻഡ് ഈ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് ഈ ബോറോൺ ഇമ്പ്യൂരിറ്റീസ് കാരണം കുറേ ഹോൾസ് അല്ലേ ഉണ്ടായത്. അപ്പോൾ ഈ ഉണ്ടാവുന്ന ഹോൾസിൻ്റെ എനർജി ലെവലിലെ മാർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ED ലെവൽ ഇവിടെ ഡോണർ ലെവൽ മാർക്ക് ചെയ്ത പോലെ ഇവിടെ നമ്മൾ അക്സെപ്റ്റർ ലെവൽ എന്ന് പറയും. ആ അക്സെപ്റ്റർ ലെവൽ വിൽ ബി ക്ലോസ് ടു ബാലൻസ് ബാൻഡ്. ഓക്കെ, കാരണം അതിൻ്റെ എനർജി കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ ED ലെവൽ കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് അതിൻ്റെ എനർജി ലെവൽ കൂടുതലായിരുന്നു. ഇവിടെ ഈ പറയുന്ന ലെവൽ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് എന്താണ്? ഇലക്ട്രോൺസ് ആയിരിക്കും. ഇത് ഇലക്ട്രോൺസ് ആണ്, അത് കാരണം ഉണ്ടാകുന്ന ലെവലാണ് EA. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺസ് എന്താ ചെയ്തത്? ഇതെല്ലാം അങ്ങോട്ട് ഡൊണേറ്റാണ് ചെയ്തത്. അതുപോലെ ഈ ലെവൽ എന്ത് ചെയ്യും? അത് ഹോൾസ് അല്ലേ? ഹോൾസ് എന്ന് പറയുമ്പോൾ ദേ ക്യാൻ അക്സെപ്റ്റ് ഇലക്ട്രോൺ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അക്സെപ്റ്റർ ലെവൽ എന്ന് പറയുന്നത്.
അക്സെപ്റ്റോർ ലെവൽ. ഇവിടെ ഡൊണേറ്റ് ചെയ്യും, അത് ആക്സെപ്റ്റ് ചെയ്യും. അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ഇവിടെ പറയുന്ന പോലെ ചെറിയൊരു ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. ചെറിയൊരു ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ ഇലക്ട്രോൺസ് ഈ വാലൻസ് ബാൻഡിൽ ഓൾറെഡി ഇലക്ട്രോൺസ് ഉണ്ടാവും. ബാക്കി കോവാലന്റ് ബോണ്ടിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എവിടെ ഉണ്ടാവും, ഈ വാലൻസ് ബാൻഡിൽ ഉണ്ടാവും. എന്നിട്ട് എന്ത് സംഭവിക്കും, ഈ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ ഈതർ അതിന് ജമ്പ് ചെയ്ത് ഈ ഈസിയിലോട്ട് പോവാം. പക്ഷേ ടെമ്പറേച്ചർ ചെറുതായിട്ട് കൂട്ടുമ്പോൾ അതിനാവശ്യമുള്ള എനർജി കിട്ടത്തില്ല. ദിസ് ഇ ഗ്രേറ്റർ ദാൻ ഇ ജി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. പക്ഷേ എന്താണ്, ഈ ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്ത് ഈ അക്സെപ്റ്റർ ലെവലിലുള്ള ഹോളുമായിട്ട് പോയി റീകമ്പൈൻ ചെയ്യാമല്ലോ, അത് പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, വെൻ ആൻ എനർജി ഇസ് ഗിവൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഈ ഒരു ലെവൽ, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് ഇത് ഈ ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യും, ലിവിങ് എ ഹോൾ ഹിയർ. മനസ്സിലായ? അതുപോലെ ഈ എല്ലാ ഇലക്ട്രോൺസും ഈ അക്സെപ്റ്റർ ലെവലിലോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ അക്സെപ്റ്റർ ലെവൽ എന്ത് ചെയ്യും, എല്ലാ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചാർജ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ആയിരിക്കും. റീസൺ എന്താ, അത് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തു. സോ ഈ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസിന് നമ്മൾ നെഗറ്റീവ് ചാർജും, ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്താ ചെയ്യുന്നത്, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാണ്. അപ്പോൾ അതൊരു പ്ലസ് ചാർജുമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ കേസിൽ ഇനി കുറച്ചും കൂടെ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഈ ബാക്കിയുള്ള ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ അവിടെയും എഗെയിൻ സംഭവിക്കുന്നുണ്ട്, ഇലക്ട്രോൺസിന് മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. സോ എഗെയിൻ കണ്ടക്ഷൻ ഹാപ്പൻസ്. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് മേജർലി ഇവിടെ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് അബൌട്ട് ദിസ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. അതിൻ്റെ ഈ വർക്കിംഗ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടു കൺക്ലൂഡ്, അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്, ഇലക്ട്രോൺ ആണ്. ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലുള്ള നമ്മുടെ ഡോണർ ഇമ്പ്യൂരിറ്റീസ് അവരുടെ ചാർജ് പ്ലസ് ആണ്. ഓക്കെ. ആൻഡ് അതുപോലെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. നമ്മൾ അതിനെ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും, വിച്ച് ഹാസ് എ സൈൻ നെഗറ്റീവ്. ആൻഡ് അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്, ഹോൾസ് ആണ്. നമ്മൾ മെജോറിറ്റി എന്ന് പറയുമ്പോൾ അവിടെ മൈനോറിറ്റി കാരിയർ ഉണ്ടാവും. ഇപ്പൊ എൻ ടൈപ്പിന്റെ കേസിൽ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണെങ്കിൽ അവിടുത്തെ മൈനോറിറ്റി എന്ന് വെച്ചാൽ കുറച്ച് കാരിയേഴ്സ് ആരും ഉണ്ടാവും, പ്ലസും ഉണ്ടാവും, ഹോൾസും ഉണ്ടാവും. അതുപോലെ പി ടൈപ്പിൽ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഹോൾസ് ആണെങ്കിൽ കുറച്ച് മൈനോറിറ്റി കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസും അവിടെ ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇനി നമ്മൾ ഡയോഡിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സെമി കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തത്, ഇതിനെ ഒരു കണ്ടക്റ്റിംഗ് മീഡിയം ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത്. ഇനി നമ്മൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ എടുത്തിട്ട് നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യാണ്. ഒരു എൻ ടൈപ്പ് എടുക്കുന്നു, ഒരു പി ടൈപ്പ് എടുക്കുന്നു. നമ്മൾ അതിനെ കുറച്ച് കെമിക്കൽ ഫാബ്രിക്കേഷൻ പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു ഡയോഡ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഡയോഡ് ഉണ്ടാക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്, എന്തിനാ നമ്മൾ ഡയോഡ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫോർ വൺ ഡയറക്ഷണൽ മൂവ്മെന്റ് ഓഫ് കറണ്ടിനാണ്. എന്ന് വെച്ചാൽ കറണ്ട് ഒരു ഡയറക്ഷനിലേ പാസ് ചെയ്യുള്ളൂ, മറ്റു ഡയറക്ഷനിൽ വരുന്ന സമയത്ത് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. ഫോർ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് കറണ്ടിനെയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഡയോഡ്. സോ ബേസിക്കലി ഡയോഡും ഒരു കണ്ടക്ടിങ് മീഡിയം ആണ്, കണ്ടക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡയറക്ഷനിലെ കണ്ടക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ മറ്റു ഡയറക്ഷനിൽ കറണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, അത് നമുക്ക് ഡയോഡ് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും.